നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാച്ചുറൽ ഹെയർ ഡൈനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. നരച്ച മുടി കറുപ്പിക്കാം. ഇതിനായിട്ട് പല ഇൻഗ്രീഡിയൻസും ഉണ്ട്. പക്ഷെ ഒരിക്കലും കെമിക്കൽ ഹെയർ ഡൈ എത്രത്തോളം നിങ്ങളുടെ മുടി കറുപ്പിക്കുന്നോ അത്രത്തോളം ഒന്നും എന്തായാലും നാച്ചുറൽ ഹെയർ ഡൈ നിങ്ങളെ സഹായിക്കില്ല. അപ്പം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് നീലയമരി. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കാം. ഉണക്ക നെല്ലിക്ക പൊടി എടുക്കാം. 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഹെന്ന അതായത് മൈലാഞ്ചിയുടെ പൊടിയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ചായപ്പൊടിയും 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ വരും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 5 or 6 പനിക്കൂർക്കയുടെ നീരും കൂടി മിക്സ് ചെയ്യാം. അതില്ലെങ്കിൽ നമ്മൾക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസും ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊരു ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ വരെ വെക്കാം. അപ്പം അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതിയാവും. അപ്പോൾ ഒരു 6 hours ശേഷം തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറയാറ്? ഫുള്ള് നമ്മൾ തല പൊതിച്ചിൽ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ഒരു ഹെയർ ക്യാപ്പ് പോലെ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയാം. ഇതിൻ്റെ പിന്നെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ തലനീരിറക്കം, തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലർജി, ജലദോഷം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ ആയുർവേദ ആണല്ലോ, നാച്ചുറൽ ഹെയർ ഡൈ ആണല്ലോ എന്ന് കരുതി എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ നാച്ചുറൽ ഹെയർ ഡൈ അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യുക. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പെടലി വേദന, അതായത് ഇവിടം തൊട്ടുള്ള വേദന, നമ്മൾക്ക് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന, തലനീരിറക്കം തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും വരാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിത്തിൻ ഒരാഴ്ചയിൽ ഒരു തവണ ചെയ്ത് നോക്കൂ. കുറച്ച് ചേഞ്ചസ് വരാം. പിന്നീട് നമ്മൾ ഇതൊരു 4, 5, 6 മാസമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കളർ ഫീഡായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ കെമിക്കൽ ഹെയർ ഡൈസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഒരിക്കലും നാച്ചുറൽ ഹെയർ ഡൈയിൽ കിട്ടില്ല. കാരണം കെമിക്കൽ ഹെയർ ഡൈയിലാണെങ്കിൽ അമോണിയ, സൾഫൈഡ്സ്, അങ്ങനത്തെ ഒരുപാട് കോമ്പോണൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പലതരത്തിലുള്ള ഇഷ്യൂസ് പേഷ്യൻസിന് വരാറുണ്ട്. അവർക്ക് പെർട്ടിക്കുലർലി അലർജി, സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. തലയിൽ തേക്കുന്ന എണ്ണയും അതുപോലെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇമീഡിയറ്റ്ലി ഷാമ്പു വെച്ച് വാഷ് ചെയ്യാതിരിക്കുക. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അമിതമായിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യരുത്. പക്ഷേ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുമ്പോൾ ഡെഫിനറ്റ്ലി മുടി കുറച്ച് പാറി നിൽക്കും, അല്ലെ, കുറച്ച് ഡ്രൈ ആവും. അപ്പം അതിന് വേണമെങ്കിൽ ഇച്ചിരി ഓയിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ്, അല്ലെങ്കിൽ സെറം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അല്ലാതെ എണ്ണ വാരി പൊത്തരുത്. ചില പേഷ്യൻസ് തന്നെ ചിലപ്പോൾ രാത്രി നേരത്തിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് രാത്രി അത് വെച്ച് കിടക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും തല കഴുകുന്നത്. അതും വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. രാവിലെ തന്നെ തല കുളിക്കാൻ ശ്രമിക്കുക. അത് തന്നെ ഓയിൽ ഒരു കാരണവശാലും 1/2 മണിക്കൂറോ 45 മിനിറ്റിലോ കൂടുതലും വെക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.